ഇത് കോളേജ് ജംഗ്ഷനാണ്. കോളേജ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചിന്നക്കടയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ SP ഓഫീസിൻ്റെ പട്ടാള ക്യാമ്പിൻ്റെയും തൊട്ട് അടുത്തായി ഈ മേപ്പാലം കാണുന്നുണ്ടോ. ഇവിടെ ഒരു നൈറ്റ് പാർക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. ഇതാണ് ആളുകൾക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാനും എല്ലാത്തിനും പറ്റിയ ഒരു സ്പോട്ടാണിത്. ഉണ്ടോ, അതിൻ്റെ മുകളിൽ മേപ്പാലമുണ്ട്. പിന്നെ ചിന്നക്കടയിലോട്ട് പോകുന്ന വണ്ടിയാണ് ബസ്. പിന്നെ ഒരിത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമില്ല. എന്നാലും ഒരുവിധം വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് പാർക്ക്. ഇത് രാത്രി 2 മണി വരെ എല്ലാ ആൾക്കാരിവിടെ വന്നു പോകുന്നുണ്ട്. കാറ്റ് കൊള്ളാൻ. ഇവിടെ നല്ല കളികളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വന്ന് കണ്ട് കളിക്കാം. ഉണ്ടോ, ഇങ്ങനെ കയറി ഇന്ന് കളിക്കാം. ഓരോരുത്തരും കളിക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്. ചെസ് കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കടയുണ്ട്, അത് പൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ അതാണൊക്കെ അതിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ട് ഇത് പാലത്തിൻ്റെ അടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉണ്ടോ, ഇപ്പുറത്ത് ഒരു കളിയുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരു കട പ്രവർത്തിക്കുന്നുണ്ട്. കടയിലെല്ലാം കിട്ടും. ഇവിടെ അടുത്ത കടയാണിത്. കട 2 ഇവിടെ ഗാനമേളയുണ്ട്. ആളുകൾക്ക് ഇവിടെ വന്നിരുന്ന് പാട്ട് കേൾക്കാം. ഗാനമേള നടക്കുന്നുണ്ട്. ഒരേ ദിവസം ഒരേ പരിപാടിയൊക്കെ വയ്ക്കും. അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വണ്ടി പോകുന്നതാണ് നമ്മളിപ്പം കാണുന്നത്. ട്രെയിൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്ക് നൈറ്റ്. അങ്ങനെ ഒരുപാട് കളികളെല്ലാം ഉണ്ട്. അവിടെ ബാറ്റ് കളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട്. അവിടെ അങ്ങേ അറ്റത്തൊരു കടയുണ്ട്. എനിക്ക് സമയം കുറവുണ്ട്. അന്നേരം ഞാൻ കുറച്ച് കാണിച്ച് നിർത്താൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു കൊല്ലത്തൊരു പരിപാടിയിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയായി വരുന്നതായിരിക്കും. ഓക്കെ. ഇതുവരെ ചാനലുകാരനാണ് നടന്നു വരുന്നത്. ശരിയാണ്.